ഗായ്സ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ ഇന്ന് പപ്പയുടെ മമ്മിയുടെയും വീട്ടിലോട്ട് പോവുകയാണ്. അപ്പാൻ്റെ അമ്മേനെയും കൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവരുടെ വീട് വരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് പോവുകയാണ്. നമ്മൾ നാട്ടിലോട്ട് വിളിക്കുന്ന സമയത്ത് വീഡിയോ കോളിൽ മാത്രമേ ഇവിടുത്തെ എൻ്റെ പപ്പേനെയും മമ്മേനെയും എൻ്റെ അപ്പായമ്മയും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് അവരെ വീട്ടിൽ പോയി കാണാൻ പോവുകയാണ്. എൻ്റെ അപ്പായമ്മ നാട്ടിൽ നിന്ന് വരുന്നത് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയതും അവർ തന്നെയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് നവ്യ എന്നാണ്. പപ്പായും മമ്മേനെ വിളിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നവ്യയുടെ പാരൻസ് വരുന്നുണ്ട്, അവരെ കാണണം, സംസാരിക്കണം എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യും. കാരണം നമുക്ക് ഭാവിയിലാണെങ്കിലും എടുത്തു നോക്കുമ്പോൾ ഒരു മെമ്മറി ആണല്ലോ എൻ്റെ രണ്ട് പാരൻസിനെയും ഒരേ ഫ്രെയിമിൽ കാണാൻ പറ്റുക എന്നുള്ളത്. ദൈവത്തിന് കോടാനുകോടി നന്ദി ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന്, അവരെ കാണാനുള്ളൊരു ഭാഗ്യം ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തതിന്. അപ്പായമ്മയും കുറച്ചൊക്കെ നെർവസ് ആണ് കേട്ടോ അവരെ ആദ്യമായിട്ട് കാണാൻ പോകുന്നതിൽ. അപ്പോൾ അതേ അമ്മയാണെങ്കിൽ കുറച്ച് കിളി പോയതുപോലെയൊക്കെ ഇരിക്കുവാണ്. അവരെങ്ങനെ എടുക്കും നമ്മളെ ആദ്യമായിട്ട് കാണുമ്പോൾ, അവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ പറ്റൂ എന്നൊക്കെ ഒരു തോന്നലൊക്കെ അമ്മയുടെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടോ, അതൊന്നും കാര്യമാക്കേണ്ട, അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് എന്തായാലും കുറേ സംസാരിക്കണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴി അമ്മയ്ക്ക് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ നാട്ടിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്നോട് പറയുവാണ്. കുറേ നാൾ കൂടെ ഇങ്ങനെ അമ്മയുടെ കൂടെ ഇന്ന് സംസാരിക്കുന്നത്. എന്തായാലും ദൈവത്തിന് ഒത്തിരി നന്ദി ഇങ്ങനെ ഒരുമിച്ച് ട്രാവൽ ചെയ്യാനുള്ള ഭാഗ്യം തന്നതിന്. അപ്പം ഞാനാണെങ്കിൽ വഴിയിൽ ചെമ്മരിയാടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, അമ്മ നോക്കിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പായാണ് ഫ്രണ്ടിലിരിക്കുന്നത്, ഹസ്ബൻഡാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോഴത്തേ നമ്മളാണെങ്കിൽ വീട്ടിലെത്താറായിട്ടുണ്ട്. കുറേ നാൾ കൂടെയാണ് നമ്മളിപ്പോൾ പപ്പയുടെ മമ്മിയുടെയും വീട്ടിലേക്ക് എത്തുന്നത്. ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ കയറി ചെന്ന ഒരു ഫീലിംഗ് ആണുള്ളത്. അത്ര വെൽക്കമിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമുക്കിവിടെ ഉള്ളത്. മമ്മിയുടെ ഗാർഡൻ ആണെങ്കിലും കണ്ടോ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് അകത്തോട്ട് പോവാം. അവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് പ്രിപ്പറേഷനിലായിരുന്നു മമ്മി. ടേബിൾ കണ്ടില്ലേ, ഡൈനിങ് ടേബിൾ എന്ത് ഭംഗിയാണ്, നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മമ്മി ഇങ്ങനെ അറേഞ്ചൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല എക്സ്പെർട്ടാണ് കേട്ടോ. വീടിൻ്റെ ഓരോ മുക്ക് മൂലയും നല്ല ഭംഗിയായിട്ടാണ് മമ്മി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡിന്നർ ഇവിടെ ആയിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ ആണെങ്കിൽ നിറച്ച് സാധനങ്ങളാണ്. അപ്പോൾ കോക്കാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒഴിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ കൂടുതലും കോക്കാണ് കഴിക്കാറ്. അപ്പോൾ ദേ ഇവിടെ നമുക്ക് ഫ്രൈഡ് ചിക്കൻ ആണുള്ളത്, റോസ്റ്റഡ് ഫ്രൈഡ് ചിക്കൻ ആണുള്ളത്. അപ്പോൾ അത് നമ്മുടെ അപ്പായമ്മയും അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അവർക്ക് എന്തായാലും ഫുഡ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, എക്സ്പ്രഷൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നത്. അമ്മ എന്തായാലും കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പയാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതിനെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഇവരുടെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. ഇത് മാഷ്ഡ് പൊട്ടറ്റോസ് ആണ് കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ ഈ പറയുന്ന നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല, വെജ് മാത്രമേ കഴിക്കത്തുള്ളൂ. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ മാഷ്ഡൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിച്ച് നോക്കിയിട്ട്. ഈ ഒരു മൊമെൻറ്റ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈഫിൽ ഇങ്ങനൊരു മൊമെൻറ്റ് ഇനി ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് മമ്മി ഇരിപ്പുണ്ട്, മമ്മിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. മമ്മി പാവം ഒറ്റയ്ക്കാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കിയത്. ആൾ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നതിൽ. ദേ പപ്പ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഡെസേർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പ്ലേറ്റ് ഇതാണ്, റോസ്റ്റഡ് ചിക്കനും വെജീസൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഡെസേർട്ട് എന്ന് പറയാനാണെങ്കിൽ ലെമൺ ചീസ് കേക്കാണ് മമ്മി ഉണ്ടാക്കിയത്, പിന്നെ ട്രൈഫിൾസും ഉണ്ടാക്കി കേട്ടോ. ഇത് രണ്ടും നല്ല സ്വീറ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. എനിക്കും ഫുഡ് കഴിച്ചിട്ട് വേണം ട്രൈ ചെയ്യാൻ. അപ്പോൾ മമ്മിയാണെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ് ആദ്യം. അപ്പോൾ അമ്മയാണെങ്കിൽ മധുരമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ട്രൈ ചെയ്യാൻ. നമുക്ക് നോക്കാം അമ്മ ഇത് എൻജോയ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുവാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മ ആദ്യമായിട്ട് ഐറിഷ് ഡെസേർട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അതേ പപ്പയും അപ്പായും കൂടെ കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തിനെക്കുറിച്ചാണെന്ന് എനിക്ക് അറിയത്തില്ല, കാര്യമായ ഡിസ്കഷൻ നടക്കുവാണ് അവിടെ. അപ്പോൾ അതേ അമ്മയ്ക്കാണെങ്കിൽ മമ്മി ട്രൈഫിൾസ് പാത്രത്തിലേക്ക് എടുത്ത് കൊടുക്കുവാണ്. അമ്മ പറയുന്നുണ്ട് കുറച്ച് മതി, ആദ്യം ഞാൻ ട്രൈ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സ്വീറ്റ്സ് കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നോക്കട്ടെ അമ്മയുടെ എക്സ്പ്രഷൻ എങ്ങനെയായിട്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് അമ്മ എന്നോട് ചോദിക്കുന്നുണ്ട് ഓരോന്നൊക്കെ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മമ്മിയോട് കാര്യമായിട്ട് കൊള്ളാതെ തട്ടി വിടുന്നുണ്ട് കേട്ടോ. അപ്പായമ്മയും പോയി കഴിയുമ്പോൾ മമ്മിയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കാര്യമായിട്ട് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാം. ഐറിഷ് റെസിപ്പീസ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഈ ലെമൺ ചീസ് കേക്ക് കണ്ടില്ലേ, എന്ത് പെർഫെക്റ്റാ, ആ ഒരു ഫിനിഷിങ് കണ്ടില്ലേ. മമ്മിയാണെങ്കിൽ അതിൽ അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പായ്ക്ക് കൊടുത്ത് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഡയബറ്റിക് ആയതുകൊണ്ട് തന്നെ ഒത്തിരി കഴിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല ആളെ. എന്തായാലും കൊടുത്ത് നോക്കിയിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് കാണാം. ഈ എക്സ്പ്രഷൻ ഇടുന്ന കാര്യത്തിൽ അപ്പോൾ ഭയങ്കര പിശുക്കനാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര എക്സ്പ്രഷനൊന്നും ആ മുഖത്തൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടോ.
ആള് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അത് വേറൊന്നും കൊണ്ടല്ല, സംഭവം നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഷുഗർ ഉള്ളത് കൊണ്ട്, ഡയബറ്റീസ് ആയതുകൊണ്ട് ഡയബറ്റീസ് കൂടുമോ എന്നൊരു ടെൻഷനാണ് ആൾക്കുള്ളത്. ഞാൻ എന്തായാലും മെയിൻ മീൽ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുവാണ്. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡെസേർട്ട് തന്നാൽ മതിയെന്ന്. എന്തായാലും നമുക്ക് ഡെസേർട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പായും അമ്മയും ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നത് കാണുമ്പോൾ വയറും മനസ്സ് നല്ലപോലെ നിറഞ്ഞു. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അപ്പായും അമ്മയും പപ്പയുടെ കൂടെ അടുത്ത് പള്ളിയിലേക്ക് പോകുന്ന കണ്ടേ. തൊട്ടടുത്താണ് പള്ളി കേട്ടോ. പപ്പ ഇവിടുത്തെ കപ്പേരാണേ. അപ്പോൾ അവർക്കൊരു കമ്പനിക്ക് ഞാൻ വിചാരിച്ച് ഞാനും കൂടെ ചെല്ലാന്ന്. നല്ല ഇരുട്ടുണ്ട് പുറത്ത്, അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അധികം തണുപ്പ് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ കുറേ നാൾ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഉറപ്പാണ് അപ്പായ്ക്കും അമ്മയ്ക്കും നല്ലപോലെ തണുക്കുന്നുണ്ടായിരിക്കും. അമ്മ അവിടെ തണുത്ത് വിറച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഓടി പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പള്ളി നല്ല വാമായിരിക്കും, ഹീറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ പള്ളിയുടെ പ്രത്യേകത, അമ്മയുടെ കസിൻ ബ്രദർ, അതായത് ഫാദർ യേശുദാസ് കൊടിവീട്ടിലായിരുന്നു ഈ പള്ളിയിലെ അച്ഛനായിരുന്നത്. അങ്കിൾ വഴിയാണ് എനിക്ക് ഇവരെ കിട്ടുന്നത്, പപ്പേനെയും മമ്മീനെയും. അപ്പം ഈ പള്ളിയിൽ കാണാൻ വേണ്ടി വന്നതാണ് അപ്പായും അമ്മയും. ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം നേരിട്ട് വരുവാണ്. അങ്കിൾ ഉണ്ടായിരുന്ന പള്ളിയിൽ, അങ്കിൾ വികാരേശനായി വർക്ക് ചെയ്ത പള്ളിയിൽ. ഭയങ്കര ദൈവാനുഗ്രഹം തോന്നുകയാണ് കേട്ടോ ഈ നിമിഷം. ഇവർ 3 പേരും ഈ ഒരു അൾത്താരയിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ എനിക്ക് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഈ ഒരു ഫ്രെയിമിൽ ഇവരെയൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ ദൈവം എന്തുമാത്രം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഞാൻ ചിന്തിച്ചു പോവുകയാണ്. വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ച ഏതോ ഒരു കഥയിലെ കുറേ കഥാപാത്രങ്ങൾ പോലെ എൻ്റെ അപ്പായും അമ്മയും എൻ്റെ ഇവിടുത്തെ ഐറിഷ് പാരൻസിനെ മീറ്റ് ചെയ്യാനും അവരോട് സംസാരിക്കാനും അവരോട് ചിൽ ഔട്ട് ചെയ്യാനും ഫുഡ് കഴിക്കാനൊക്കെ ദൈവം അവസരമൊരുക്കിയതിൽ ഒരുപാട് നന്ദി. പപ്പ പറഞ്ഞു ഈ പള്ളിയുടെ ആ ഒരു ഭാഗത്തായിട്ട് കുറേ വിശുദ്ധരുടെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പാനെയും അമ്മേനെയും. അവിടെ കണ്ടില്ല, ഒരു റെഡ് കളറിലെ ഫ്രെയിമിൻ്റെ അകത്തൊരു പള്ളി പോലെ, അതിന് ചുറ്റും കുറേ ഗോൾഡൻ കളറിലെ മാർക്കിങ്സ് കണ്ടില്ലേ. അപ്പോൾ അത് ഓരോന്നും ഓരോ സ്ഥലത്തെ വിശുദ്ധരുടെയാണ്, റെമനൻസ് ആണ്, റെലിക്സ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ആ നടുക്ക് നിൽക്കുന്ന ആ ഒരു പള്ളിയുടെ ആ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ പള്ളി പോലെയുണ്ട്. ഞാൻ അർത്തുങ്കൽ പള്ളി ഇടവകയാണ്. അർത്തുങ്കൽ പള്ളിയുടെ നല്ലൊരു ചായയുണ്ട് ആ ഒരു പള്ളിക്ക്. പള്ളിയിൽ വന്നിട്ടുള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല സാമ്യമുണ്ട് നമ്മളുടെ അർത്തുങ്കപ്പള്ളിയും ഈ ഒരു പള്ളിയുമായിട്ട്. അപ്പ ചോദിക്കുന്നുണ്ട് അർത്തുങ്കപ്പള്ളിയിൽ എന്നാണ് ഫീസ് തുടങ്ങുന്നത്, എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നൊക്കെ. എൻ്റെ അപ്പ അർത്തുങ്കപ്പള്ളിയിലെ കാറ്റഗീസിൻ ടീച്ചറാണ് കേട്ടോ. അപ്പോൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാണ് കൊടിയേറുന്നത്. 17 ദിവസത്തെ പെരുന്നാളാണ്, ജനുവരി 10 കൊടിയേറും, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും, ഒരു ദിവസം വരാനൊക്കെ പറയുന്നുണ്ട്. പപ്പയും മമ്മിയും ഇതുവരെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല, വരണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം അവർ വരുമെന്നുള്ളത്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അവരെ കൊണ്ടുവരണമെന്ന്. നമുക്ക് നോക്കാം, ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പറ്റട്ടെ, എല്ലാവരെയും ഒന്നുകൂടെ കാണാനൊക്കെ പറ്റട്ടെ. അല്ലെങ്കിലും നമ്മുടെ ലൈഫ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ലല്ലോ നടക്കാറ്. ദൈവത്തിന്റെ മനസ്സിലൊരു പദ്ധതി ഉണ്ടാവുമല്ലോ, എന്തൊക്കെ സംഭവിക്കണം, ഏതൊക്കെ സംഭവിക്കാം, എന്തൊക്കെ നടക്കരുത് എന്നൊക്കെ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഒരുപാട് നന്ദി. അപ്പോൾ അപ്പായും അമ്മയും പള്ളിയൊക്കെ കണ്ടു പുറത്തേക്ക് ഇറങ്ങുവാണ്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പള്ളിയിലോട്ട് കയറിയപ്പോൾ, ആദ്യമായിട്ട് നമ്മളൊരു പള്ളിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് 3 ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാമെന്നാണ്. ആ 3 ആഗ്രഹങ്ങളും ലൈഫിൽ എപ്പോഴെങ്കിലും നടക്കുമെന്നാണ് വിശ്വാസം. എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചതൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ. അപ്പോൾ അതേ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോക്കോ, നന്നായിട്ട് തണുപ്പുണ്ട്. അപ്പായ്ക്കും അമ്മയ്ക്കും ഈ തണുപ്പൊന്നും അത്ര യൂസ്ഡ് അല്ലല്ലോ, ആദ്യമായിട്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം കയറിക്കോളാൻ. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട് നമ്മുടെ പള്ളിയുമായിട്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം കൂടി ഇവരോട്ട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും വീട്ടിലേക്ക് പോകണം. അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡെസേർട്ട് വീട്ടിൽ മാടി വിളിക്കുന്നുണ്ടായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ചെന്നിട്ട് വേണം കഴിക്കാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു സ്വപ്നത്തിൽ കൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ്. എവിടെയോ ഉള്ളൊരു നാട്ടിൽ നിന്നുള്ള ഞാൻ വന്നിട്ട് എനിക്ക് ഐറിഷ് പാരൻസിനെ കിട്ടാനും എൻ്റെ പാരൻസ് അവരെ മീറ്റ് ചെയ്യാനൊക്കെ ദൈവം അവസരം ഒരുക്കി. അപ്പോൾ ഇത് ഞാൻ ഡെസേർട്ട് ട്രൈ ചെയ്യുവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ 2 എടുത്തു. ട്രൈഫിളും ചീസ് കേക്കും രണ്ടും 2 ടേസ്റ്റ് ആയിരുന്നു. നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുവാണ്, പപ്പയും മമ്മിയും അപ്പായും അമ്മയും കൂടെ. അപ്പോൾ അപ്പുറം ഇപ്പുറം ഓപ്പോസിറ്റ് പെയർ ചെയ്ത് നിൽക്കാമെന്ന് മമ്മി പറഞ്ഞു കേട്ടോ. പപ്പേനെ അപ്പുറത്തും അമ്മേനെ ഇപ്പുറത്തും നിർത്തിയിട്ട് ഫോട്ടോയൊക്കെ എടുക്കുവാണ്. ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ട് ഈ ഒരു ദിവസം. ദൈവത്തിന് ഒരുപാട് നന്ദി. അപ്പോൾ നമ്മൾ പുറപ്പെട്ടു, നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. നല്ലോണം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വൈകുന്നേരം എത്തിയതാണ്. സന്ധ്യയൊക്കെ കഴിഞ്ഞു, രാത്രിയായി, ശരിക്കും രാത്രിയായി. 10-10:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 50 മിനിറ്റോളം ഡ്രൈവ് ഉണ്ട് കേട്ടോ. 50 മിനിറ്റ് എന്ന് പറഞ്ഞാലും നല്ല കിലോമീറ്റർ കൂടുതൽ റോഡിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് 50 മിനിറ്റ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കും. ഞാൻ ശരിക്കും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കെട്ടിയോന് കിട്ടിയതിലാണ് കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം പാവം ഒരിക്കൽ പോലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് പറയത്തില്ല. എപ്പോഴും ഓക്കെ നമുക്ക് പോവാം,
എന്നൊരു സംഭവം മാത്രം ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ. പപ്പേനും മമ്മേനും കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പായും അമ്മേനെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് ഏറ്റവും കൂടുതൽ എടുത്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി. ഇങ്ങനൊരു പാർട്ട്ണറിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ പറയുന്നതൊക്കെ എൻ്റെ ലൈഫിൽ നടക്കണമെന്നില്ല. നമ്മുടെ ലൈഫിൽ ചില സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും അതുകൊണ്ട് ലൈഫ് തീർന്നെന്ന്, ഇനി മുന്നോട്ട് നമുക്കൊരു ലൈഫ് ഉണ്ടാവത്തില്ല എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ടാവും. പക്ഷെ അങ്ങനൊന്നും അല്ല കേട്ടോ. നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും ബെറ്റർ വേർഷൻ അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്നതും നമ്മളിപ്പോൾ ജീവിക്കുന്നതും ഒന്നുമല്ല ലൈഫ്. നമ്മുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഉണ്ടല്ലോ, അത് ദൈവം ഏറ്റവും ബെസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് ബെസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം. എന്നാൽ മാത്രമേ ആ അത്ഭുതങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതില്ല, ഇതില്ല, മക്കളില്ല, സൗന്ദര്യമില്ല, വീടില്ല, കടബാധ്യതയാണ് എന്നൊക്കെ നമ്മൾ പരാതിപ്പെടാറില്ലേ? വേറൊരു ആംഗിളിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്കിതൊക്കെ ഇല്ലാതെ തോന്നുന്നത്? നമുക്ക് ആ ഒരു ദൈവാശ്രയബോധം കുറയുമ്പോഴാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് തരാൻ വേണ്ടിയിട്ട് ദൈവം കാത്തിരിപ്പുണ്ട്. പക്ഷെ നമ്മളുടെ ഭാഗത്തുനിന്ന് ആ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുക്കുന്നില്ല. അത് എപ്പോൾ എടുക്കാൻ തുടങ്ങുന്നോ അപ്പം നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കാണാൻ തുടങ്ങും. ഇത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഓൾവേസ് ട്രസ്റ്റ് ഇൻ ഗോഡ്. നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഏറ്റവും ബെറ്ററായി നോക്കാനും പുള്ളിക്കാരനറിയാം. അതുകൊണ്ട് ബേജാറ് വേണ്ട. അപ്പോൾ ഇതേ നമ്മൾ ഡിന്നർ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. എന്താ പറയുക, ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി ഇങ്ങനൊരു ദിവസം തന്നതിന്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എൻ്റെ സ്വന്തം അപ്പായും അമ്മയും ഈ ഒരു അയർലൻഡിൽ നിന്ന് നാട്ടിലോട്ട് വരാനും, അതുപോലെ തന്നെ ഇവിടുത്തെ എൻ്റെ പാരൻസിനെ ഒരുമിച്ച് മീറ്റ് ചെയ്യാനും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളത് ഞാൻ ഒട്ടും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് സത്യത്തിൽ നടക്കുന്നത്. കാരണം എന്നെപ്പോലെ ഒരാൾക്ക് നമ്മളുടെ നാട്ടിൽ നിന്ന് വരുന്നൊരു കുട്ടിക്ക് ഇവിടെ ഒരു പാരൻസ്, അത് ഐറിഷ് പാരൻസിനെ കിട്ടാനും, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അപ്പനും അമ്മയും എങ്ങനെയാണോ അതുപോലെയാണ് അവരെ നോക്കിയിട്ടുള്ളത് ഈ ഒരു 4 വർഷക്കാലം. അതുപോലെ തന്നെ എൻ്റെ അപ്പായും അമ്മയും നാട്ടിൽ നിന്ന് വരാനും അവരെ മീറ്റ് ചെയ്യാനും അവരോട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ദൈവം അനുഗ്രഹിച്ചതിൽ കോടാനുകോടി നന്ദി. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. കാരണം എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല എന്നെപ്പോലെ ഒരാൾക്ക് ഇങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ. അത് മാത്രമല്ല, അവരുടെ വീട്ടിൽ പോകാനും എൻ്റെ സ്വന്തം പാരൻസിന് അവർ കൊടുക്കുന്ന ട്രീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് ആ വീട്ടിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മമ്മിയുടെ ഫുഡ് പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളി ഫുഡായിരുന്നു. മമ്മി നല്ല ഫുഡ് വെക്കുന്ന ഒരാളാണ്. ഞാൻ ഐറിഷ് ഫുഡ് അത്രയും കഴിക്കുന്ന ഒരാളല്ല, പക്ഷെ മമ്മി ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ എൻജോയ് ചെയ്ത് കഴിക്കാറുണ്ട്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം അമ്മ ആക്ച്വലി നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല. ആകപ്പാടെ മീൻ കഴിക്കും, മുട്ട വല്ലപ്പോഴും കഴിക്കും, അതല്ലാണ്ട് ഒന്നും കഴിക്കത്തില്ല. ഒരു നോൺ വെജ് ഐറ്റംസ് അമ്മ കഴിക്കത്തില്ല. പക്ഷേ എൻ്റെ അമ്മ അവിടെ ചെന്നിട്ട് മമ്മി ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് മമ്മി സാറ്റിസ്ഫൈഡ് ആയി, എൻ്റെ അമ്മ സാറ്റിസ്ഫൈഡ് ആയെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയി എനിക്ക്. കാരണം അമ്മ അങ്ങനെ ഒട്ടും കഴിക്കാത്ത ഒരാളാണ്. അപ്പം അമ്മയ്ക്കാണെങ്കിലും മമ്മി ഉണ്ടാക്കിയ ഫുഡ് ഇഷ്ടപ്പെട്ട് മമ്മി ഉണ്ടാക്കിയ ഫുഡ് എൻജോയ് ചെയ്ത് കഴിച്ചു. അമ്മ കുറേ മധുരം കഴിക്കുന്ന ഒരാളാണ് കേട്ടോ, മധുരമൊക്കെ നല്ലപോലെ കഴിക്കുന്ന ഒരാളാണ്. അപ്പം അമ്മയ്ക്ക് മധുരം ഇല്ലാണ്ട് പറ്റത്തില്ല. ഒരു ദിവസം ഒത്തിരി കട്ടൻ ചായ ആണെങ്കിലും മധുരമായിട്ട് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അമ്മയ്ക്ക് അവിടെ ചെന്നപ്പോൾ മമ്മി ഡെസേർട്ടൊക്കെ കൊടുത്തപ്പോൾ അതൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്ത് കഴിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം എൻ്റെ കൺസേൺ അമ്മയായിരുന്നു. അമ്മ എന്തെങ്കിലും കഴിക്കുമോ എന്നുള്ള കൺസേൺ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റിച്ചു ദൈവം. അവരെ കൊടുക്കുന്ന ഫുഡൊക്കെ അമ്മയ്ക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അതിൽ ഒത്തിരി നന്ദി ദൈവത്തിന്. പിന്നെ അപ്പായ്ക്കാണെങ്കിൽ ഷുഗർ ഉള്ളതാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും അപ്പോൾ ഡയബറ്റിക് ആണെങ്കിൽ പോലും പ്രത്യേകമായിട്ട് അപ്പയാണെങ്കിലും എഫേർട്ട് ഇട്ടു കുറച്ച് കഴിക്കാം. അങ്ങനെ കഴിക്കാൻ പാടില്ല ഡയബറ്റീസ് ഉള്ള ആൾക്കാർ. പക്ഷെ എന്നിരുന്നാലും അപ്പായ്ക്കാണെങ്കിൽ അവിടെ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പായി കുറച്ച് പിക്കി ആയിട്ട് കഴിക്കുന്ന ഒരാളാണ്, എല്ലാം ഒന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ അവിടുത്തെ ഫുഡ് അപ്പായ്ക്കാണെങ്കിലും കഴിക്കാൻ വേണ്ടി പറ്റി. അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ നാട്ടിലെ ഫുഡ് മാത്രം കഴിച്ച് ശീലിച്ച് അവർക്ക് ഇവിടെ വന്നിട്ട് ഐറിഷ് ഫുഡ് കഴിക്കുമ്പോൾ അത് കഴിക്കാൻ പറ്റുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തെറ്റിച്ചു. എന്തായാലും അവർക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റി. എന്തായാലും തമ്പുരാൻ ഒത്തിരി ഒത്തിരി നന്ദി ഇങ്ങനൊരു ദിവസം തന്നതിന്. അതുപോലെ തന്നെ അവരൊരുമിച്ച് കാണാൻ സാഹചര്യം ഉണ്ടാക്കിയതിൽ. അതുപോലെ തന്നെ എൻ്റെ അങ്കിള് വഴിയാണ് എനിക്ക് ഇവരെ കിട്ടുന്നത്. അപ്പോൾ അങ്കിള് അവിടെ പ്രീസ്റ്റ് ആയിരുന്ന പള്ളിയിൽ പോകാൻ പറ്റിയതിലൊക്കെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടായിട്ട് തോന്നുന്ന നിമിഷങ്ങളാണ്. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടെ ഓർക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ദൈവാനുഗ്രഹങ്ങളാണ് ഈ ഒരു വർഷക്കാലം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. കുറേ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽ കണ്ട ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് അന്നു സൈനിങ് ഓഫ്.